യഥാർത്ഥത്തിൽ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കാണുള്ളത്. രാവിലെ പഞ്ചായത്ത് ഓഫീസിൽ കയറിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദിനെ മർദ്ദിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. അതിൽ പ്രതിഷേധം ഉണ്ടായിട്ട് കൂടി പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ച് ദീർഘനേരം നിന്ന ആ സംഘർഷാവസ്ഥ പരസ്പരം ഏറ്റുമുട്ടാതിരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാനത്തെ പ്രവർത്തകർ പിരിഞ്ഞുപോയി. അങ്ങനെ പിരിഞ്ഞ് എല്ലാവരെയും ഞങ്ങൾ മാറ്റി. പക്ഷേ UDFിന് ഒരു പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടയുടെ ഭാഗമായി ഷാഫി പറമ്പിൽ എത്തുന്നത് വരെ പോലീസിന്റെ അഭ്യർത്ഥന മാനിക്കാനോ തിരിഞ്ഞു പോകാനോ തയ്യാറായില്ല. ഷാഫി പറമ്പിൽ എത്തി എന്ന് അറിഞ്ഞ ഉടനെ അവിടെ ഷോ നടക്കും, എന്തെങ്കിലും സംഘർഷം അദ്ദേഹം സൃഷ്ടിക്കും, ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഷാഫി പറമ്പിൽ ഉണ്ട് എന്ന രാഷ്ട്രീയം ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് അവസാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും ഞങ്ങളെല്ലാം ഇടപെട്ട് ആ പ്രദേശത്ത് മാറ്റി. കാരണം നേരിട്ടൊരു സംഘർഷം ഉണ്ടായി, തനിക്ക് പരിക്ക് പറ്റി എന്ന് പ്രചരിപ്പിക്കാൻ ഷാഫിയുടെ സ്വതസിദ്ധമായ സ്വഭാവത്തിൽ ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവിടെ വീഡിയോ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ പരിശോധിച്ചാൽ അറിയാം. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് കൃത്യമായി ആളുകളോട് പറഞ്ഞു ഇവിടെ ഷാഫി ഉൾപ്പെടെ ഷോ കാണിക്കാൻ വന്നിട്ടുണ്ട്, ആ ഷോക്ക് നിന്ന് കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കില്ല. അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം, നമ്മുടെ തീരുമാനമാണ്, സമാധാന അന്തരീക്ഷം തകർക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും പറഞ്ഞു. മാത്രമല്ല ഇന്ന് പേരാമ്പ്ര പഞ്ചായത്ത് സതീഷ്, അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രവർത്തകരും പിരിഞ്ഞു പോയി പിന്നെ എങ്ങനെയാണ് കോൺഗ്രസുകാർ ഒറ്റയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾ പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു കോൺഗ്രസുകാർക്കോ ഏതെങ്കിലും CPMന്റെയോ ഇടതുപക്ഷത്തിന്റെ ആളുകൾക്ക് നേരിട്ട് പരിക്കുണ്ടോ? ഒരു പരിക്കില്ല. അതെനിക്ക് മനസ്സിലായി. താങ്കൾ പറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ ഒരു ഷോ ഉണ്ടാവും നിങ്ങൾക്കറിയാം, അതുകൊണ്ട് അവസാനത്തെ ഇടതുമുന്നണി പ്രവർത്തകനും പിരിഞ്ഞു പോയി. അതിനുശേഷം പിന്നെ ആരോട് ഷോ കാണിച്ചെന്നാണ് ഈ പറയുന്നത്? പോലീസിനോട് ഷോ കാണിച്ചു. അപ്പൊ പോലീസിനോടുള്ള ഷോ കാണിച്ചതിന് പരമായി പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു എന്നാണോ പറയുന്നത്? തീർച്ചയായും അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളെ വെച്ച് പരിശോധിച്ചാൽ അറിയാം. അവസാനത്തെ ആളുകളെയും കുറച്ച് രൂക്ഷമായി തന്നെ പറഞ്ഞിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ, നമ്മുടെ പാർട്ടി പ്രവർത്തകർ ഇവിടെ നിൽക്കാൻ വേണ്ടി പാടില്ല, ഷാഫി പറമ്പിൽ എത്തിയിട്ടുണ്ട്, ഇവിടെ ഒരു ഷോ നടക്കാൻ വേണ്ടി പോവുകയാണ്, ഇനി നമ്മൾ സംഘർഷം ഉണ്ടാക്കി പ്രചരിപ്പിക്കും, ആ പ്രചരണം ഉണ്ടാകരുത്, മുഴുവൻ ആളുകളും പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. മുഴുവൻ ആളുകളും പിരിഞ്ഞു. താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അതുകൊണ്ടാണ് CPM പ്രവർത്തകർക്ക് ആർക്കും പരിക്കേൽക്കാതിരുന്നത്, അവിടെ ആരും ഉണ്ടായിരുന്നില്ല, കോൺഗ്രസും പോലീസും തമ്മിലുള്ള സംഘർഷം മാത്രമാണ്. തീർച്ചയായും അതായത് CPM പ്രവർത്തകർക്ക് ഒരു നാടിന്റെ സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. മാത്രവുമല്ല ഇന്നൊരു സംഘർഷം സൃഷ്ടിക്കാൻ CPMന്റെ പ്രവർത്തകർക്ക് സാധ്യമാവില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് സാധ്യമാവില്ല. ഇന്ന് പേരാമ്പ്ര പഞ്ചായത്തിലെ വികസന ജാഥയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. ഈ പഞ്ചായത്തിന്റെ ഒരു പ്രദേശത്ത് ഞങ്ങൾക്ക് അവിടെ കേന്ദ്രീകരിക്കാറുണ്ട്. ഷാഫിയുടെ ഷോക്കൊന്നും കൊടുക്കില്ലല്ലോ. അവിടെ പോലീസുകാർ നിരന്തരം അഭ്യർത്ഥിച്ചിട്ട് DYSP ഉൾപ്പെടെ അഭ്യർത്ഥിച്ചിട്ട് ഷാഫി എന്ന ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം ഒരു നാട്ടിൽ കലാപം സൃഷ്ടിക്കലാണോ, നാടിന്റെ സമാധാനം സൃഷ്ടിക്കലാണോ? ഞങ്ങളെല്ലാം പറഞ്ഞ പോലെ ഷാഫിക്ക് സ്വന്തം പ്രവർത്തകരെ നിയന്ത്രിച്ച് സമാധാനം വേണമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാൻ പറയുന്നതിന് പകരം അവിടെ നിന്ന് പോകാതെ ആ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് പോലീസിന്റെ സകല അഭ്യർത്ഥനയും അവർ പുറന്തള്ളി അവസാനം പോലീസുമായി ഒന്നും തള്ളുമായി സംഘർഷമായി. DYSPക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഗുരുതരമായ പരിക്കാണ്. പേരാമ്പ്ര ഹോസ്പിറ്റലിൽ നിന്ന് അദ്ദേഹത്തെ കോഴിക്കോട് ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടി വന്നു. ചെറിയ പരിക്കല്ല. ആ പരിക്കിന് ശേഷം ഈ ഷോ കാണിക്കാൻ വേണ്ടി വന്ന ഷാഫി തനിക്ക് പരിക്ക് പറ്റി എന്ന പ്രചരണം നടത്തിക്കൊണ്ട് ആളുകളെ